യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ഉദുമയിലെ മുൻ നിയമസഭാംഗം കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർ പുറത്തിറങ്ങുകയാണ്. ഇപ്പോൾ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ജയിലിൽ എത്തിക്കഴിഞ്ഞു. അരുൺ പൂപ്പറമ്പ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അരുൺ, നേതാക്കന്മാരെല്ലാം എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രതികൾക്ക് പൂർണ്ണ പിന്തുണ പാർട്ടിയുടെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ലക്ഷ്യമാണോ ഇവരുടെ? ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനൊക്കെ ജയിലിൻ്റെ വരാന്തയിൽ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ദൃശ്യങ്ങൾ കാണാം. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ നിലവിൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവ്, അതായത് ഈ റിലീസ് ഓർഡർ ഈ ജയിലിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാവിലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. മറ്റ് നേതാക്കൾ ഇതുവരെ ജയിലിലേക്ക് എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും നിലവിൽ ജയിലിലേക്ക് എത്തിയിട്ടില്ല. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി മാത്രമാണ് നിലവിൽ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുള്ളത്. 9 മണിയോടെ തന്നെ ഇവർ ഈ പ്രതികൾ പുറത്തിറങ്ങും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയും നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ച ശേഷം 9 മണിയോടെ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയിലിന് മുന്നിൽ എന്തായാലും ഈ പ്രതികൾക്ക് സ്വീകരണം നൽകും എന്ന് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കാഞ്ഞങ്ങാട് നഗരത്തിലും ഈ പ്രതികൾക്ക് സ്വീകരണം നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് പ്രാദേശികമായി തീരുമാനിച്ചതാണ്. പിന്നീട് ജില്ലാ നേതാക്കൾ ഇടപെട്ട് അത്ര വലിയ സ്വീകരണ പരിപാടി കാഞ്ഞങ്ങാട് നഗരത്തിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് ആ സ്വീകരണം ഉണ്ടാവില്ല. ഒരു പക്ഷേ പ്രാദേശികമായി ഉള്ള സ്വീകരണ പരിപാടികൾ കാസർഗോഡ് ഉണ്ടാകാം. പക്ഷേ വലിയ നിശ്ചയിച്ചിരുന്ന കാഞ്ഞങ്ങാട്ടെ സ്വീകരണ പരിപാടി ഇതിനകം മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ SK സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി പൂർണ്ണമായും ഈ പ്രതികൾക്കൊപ്പം അവർക്ക് പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ പ്രതികളെ ചേർത്ത് നിർത്തുന്നു എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ കഴിഞ്ഞ ദിവസത്തെ ഈ നേതാക്കളുടെ മുതിർന്ന CPMന്റെ മുതിർന്ന നേതാവ് P ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഈ പ്രതികളെ മാറ്റിയതിനു ശേഷം നിരവധിയായിട്ടുള്ള നേതാക്കൾ ഈ ജയിലിൽ അവരെ എത്തി സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അവർ നടത്തിയ പ്രതികരണം, അതായത് ഈ CPM നേതാക്കളായിട്ടുള്ള 4 പ്രതികളെ മാത്രമല്ല മറ്റു പ്രതികളെയും, അതായത് ഈ കേസിലെ 1-ാം പ്രതിയെ പീതാംബരൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെയും ജയിലിലെത്തി കാണുകയും ചെയ്തിരുന്നു. അവരെ എല്ലാ കാലത്തും തള്ളിപ്പറയാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് CPM സ്വീകരിച്ചത്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി തന്നെയാണ് കഴിഞ്ഞ ദിവസം പീതാംബരൻ, അതായത് ഈ കേസിലെ 1-ാം പ്രതി പീതാംബരൻ്റെ വീട്ടിൽ എത്തി സന്ദർശിക്കുകയും ചെയ്തത്. എന്തായാലും ഈ നിയമ നടപടികളിൽ മുന്നോട്ട് ഇവർക്ക്, അതായത് ഈ പ്രതികൾക്കുള്ള പിന്തുണ ഉണ്ടാകുമോ, അതായത് മറ്റു പ്രതികൾ പീതാംബരൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്കുള്ള തുടർ നിയമ നടപടികളിലും പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമോ എന്ന കാര്യമാണ്, ആ നിലപാടാണ് ഇനി CPM വ്യക്തമാക്കേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം ഒരു 9 മണിയോടെ തന്നെ ഈ പ്രതികൾ പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. SK.